മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണും. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും പങ്കെടുക്കും. ദേശീയപാത 66ന്റെ നിലവിലെ സ്ഥിതിയും ശേഷിക്കുന്ന ഭാഗത്തിന്റെ നിർമ്മാണ പുരോഗതിയും കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യും. കൂരിയാട് പാത ഇടിഞ്ഞ സംഭവത്തിൽ ഗതാഗത ട്രാൻസ്പോർട്ട് മന്ത്രാലയം സ്വീകരിച്ച നടപടി സ്വാഗതാർഹമാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും. ചർച്ചയിൽ ഹൈവേ തകർന്ന ഇടങ്ങളിൽ ബദൽ മാർഗം എന്തുവേണമെന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നിർദ്ദേശവും പങ്കുവയ്ക്കും. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും എപ്പോഴും നേരിട്ടെത്തി ഇതൊക്കെ ഓരോ നിമിഷവും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു ഇവരൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കാര്യങ്ങളാണ് കേന്ദ്രത്തെ ധരിപ്പിക്കാൻ പോകുന്നത്? ഇതിൽ നിർമ്മാണത്തിൽ പിഴവ് വന്നത് ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അത് ഈ വിള്ളൽ ഉണ്ടാവുമ്പോൾ മാത്രമാണോ? ഇതിനു മുൻപ് നിർമ്മാണത്തിൽ സ്വീകരിച്ചിട്ടുള്ള എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്? നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? ഇതൊന്നും ഇവരാരും വിലയിരുത്തിയിരുന്നില്ലേ? മോത്തി, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെയുള്ള വിലയിരുത്തലുകൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി എന്ത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യോഗം പ്രധാനമായിട്ടും നടക്കാൻ പോകുന്നത്. അതിൻ്റെ അജണ്ട ഇനി എന്ത് ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയെ കാണും. അദ്ദേഹത്തിനൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും ഉണ്ടാവും. അതുപോലെ തന്നെ പൊതുമരാമത്ത് സെക്രട്ടറിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ബദൽ പാത ഏത് തരത്തിൽ നിർമ്മിച്ചെടുക്കാം, അവിടെ എന്ത് ബദൽ മാർഗമാണ് ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ അതിൽ കേരളത്തിൻ്റെ നിർദ്ദേശം എന്താണ് എന്നുള്ള കാര്യം അറിയിക്കാനാണ് പ്രധാനമായിട്ടും ഈ യോഗം ചേരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഇതിനോടകം കേന്ദ്രത്തെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ NHAIയുടെയും അതുപോലെ കേന്ദ്ര ട്രാൻസ്പോർട്ട് ഗതാഗത മന്ത്രാലയത്തിൻ്റെയും നടപടികൾ, ഇതിനോടകം തന്നെയുള്ള ഇടപെടലുകൾ ഇതെല്ലാം തന്നെ സ്വാഗതാർഹമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നേരിട്ട് നിതിൻ ഗഡ്കരിയെ അറിയിക്കും, ബോധിപ്പിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഇതിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് ഈ സാമ്പത്തിക വർഷം തന്നെ ഈ NH66ൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കൂടുതൽ ഇടപെടലുകളുടെ ആവശ്യകത കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിട്ട് അറിയിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും നടക്കാൻ പോകുന്നത്. പക്ഷേ ഈ കൂരിയാടിൽ തകർന്ന ഭാഗം, അവിടെ ഒരു ബദൽ പാത നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത്, അതായത് വയഡക്റ്റ് ഉൾപ്പെടെ ഒരു തൂണുകൾ നിർമ്മിച്ച് പൈലിംഗ് നടത്തി തൂണുകൾ നിർമ്മിച്ച് അതിന് മുകളിലൂടെ ഒരു പാത ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം സമയമെടുക്കും. ചുരുങ്ങിയത് 1 കൊല്ലമെങ്കിലും എടുക്കുമെന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തൽ. കാരണം ഇതിനോടകം തകർന്ന പാത അവിടെ നിന്ന് മാറ്റണം. പക്ഷേ ഈ മഴയെല്ലാം കാരണം അവിടെ വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു 3 മാസമെങ്കിലും എടുക്കും ഈ പൊളിഞ്ഞ പാത പൂർണ്ണമായിട്ടും മാറ്റുക എന്നുള്ളത്. അതിനുശേഷം വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് ഉണ്ടാക്കണം, തൂണുകൾ നിർമ്മിക്കണം. പിന്നീട് ഈ തൂണുകൾക്ക് മുകളിലൂടെയുള്ള ഇനി കാലങ്ങൾ വീണ്ടും എടുക്കും. നമ്മൾ മലയാളികൾ കാത്തിരിക്കണം എന്നർത്ഥം അല്ലേ? തീർച്ചയായിട്ടും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ഇതിന്റെ പുനർനിർമ്മാണ ഇതാണ് അറിയേണ്ടത്. ഇത്രകാലവും കാത്തിരുന്നു ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ, വളരെ പെട്ടെന്ന് സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ, സുഗമമായി യാത്ര ചെയ്യാൻ. പക്ഷേ ഇപ്പോഴിതാ അതെല്ലാം തകർന്ന സ്ഥിതിക്ക് ഇനി വീണ്ടും ഇതിന് മറ്റൊരു മാർഗം കണ്ടെത്തി പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയോ ഒക്കെ ചെയ്താൽ വീണ്ടും കാലങ്ങളേറെ എടുക്കും എന്നതാണ് സത്യം.